ഈ ക്രൈസ്തവ വോട്ടുകൾ എല്ലായ്പ്പോഴും കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFിൻ്റെ ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ആണെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ കഴിഞ്ഞ തവണ LDF സർക്കാരിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ചെങ്ങന്നൂരിൽ നിന്ന് സജി ചെറിയാൻ മുമ്പ് CPMൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, വിജയിച്ചു വരുന്നു. അപ്പുറത്തേക്ക് മറിയിൽ ആറന്മുളയിൽ നിന്ന് വീണ ജോർജ് തുടർച്ചയായിട്ട് 2ാം തവണയും തിരഞ്ഞെടുക്കപ്പെടുന്നു. അപ്പോൾ ഈ 2 മേഖലയിലും ക്രൈസ്തവ സാന്നിധ്യത്തെ ഒപ്പം നിർത്താനായിട്ട് CPMന് സാധിച്ചു. ഇപ്പോൾ കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഉമ്മൻചാണ്ടിയുടെ 2 പെൺമക്കളെ രംഗത്തിറക്കിക്കൊണ്ട് ഇതിന് ശക്തമായ ഒരു തിരിച്ചടി നൽകാനായിട്ട് കോൺഗ്രസ് ശ്രമിക്കുന്നു എന്നുള്ള, എന്ന് പറഞ്ഞാൽ മറിയ ഉമ്മൻ, അച്ചു ഉമ്മൻ 2 നേതാക്കളെ രംഗത്തേക്ക് ഇറക്കുന്നു. ഫലപ്രദമാകുമോ? ഫലപ്രദമാവുമെന്ന് ചോദിച്ചാൽ ഫലപ്രദം ആകാതിരിക്കാൻ ആയിക്കൂടായികയില്ല. കാരണം എന്താണെന്നറിയാം, ഇപ്പം നേരത്തെ ഈ സജി ചെറിയാൻ വിഷ്ണുനാഥ് എന്ന് പറയുന്ന ഒരു MLA ഉണ്ടായിരുന്നു. വിഷ്ണുനാഥ് ഈ ഉമ്മൻചാണ്ടിയുടെ സ്വന്തം ആളായിരുന്നു. ഉമ്മൻചാണ്ടിക്ക് വേണ്ടപ്പെട്ടതായിരുന്നു. വിഷ്ണുനാഥ് മത്സരിക്കുമ്പം ഉമ്മൻചാണ്ടിയുടെ മക്കളെ അവിടെ വന്ന് വീട് കയറും. ഈ പറയുന്ന പെൺമക്കളും അല്ലെങ്കിൽ അന്ന് ഒന്നുമല്ലാത്ത ചാണ്ടിയുമ്മനും ഒക്കെ വരുമായിരുന്നു. ചാണ്ടിയുമ്മൻ അന്ന് MLA ഒന്നും അല്ലല്ലോ. ഇദ്ദേഹം മരിച്ചതിന് ശേഷമാണല്ലോ അദ്ദേഹത്തിന്റെ ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. അതിന് മുമ്പ് വളരെ കൃത്യമായിട്ട് ഉമ്മൻചാണ്ടി നമ്മൾ എത്ര പറയുമ്പോഴും അതിന് അത്തരത്തിൽ പ്രൊമോഷൻ കൊടുത്തിരുന്നുമില്ല. അത് ആ പേര് വെച്ചിട്ട് രാഷ്ട്രീയത്തിൽ ഷൈൻ ചെയ്യാൻ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരുന്നുമില്ല നമ്മുടെ ചാണ്ടിയുമ്മൻ. ഈ ആള് അവിടെ പോയി സുപ്രീം കോടതി വക്കീലായിട്ട് അല്ലെങ്കിൽ അവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ആ കാര്യത്തിലേക്ക് ഒരു മാന്യത തന്നെ അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഏറ്റവും വിവാദമായിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുതുമുഖങ്ങളെ പരിഗണിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഈ പഴയ ആൾക്കാരെ മാറ്റേണ്ടി വരും എന്നൊക്കെ രീതിയിലേക്ക് പ്രതിപക്ഷ നേതാവ് ക്യാമ്പിനകത്ത് പറഞ്ഞപ്പം ആദ്യമേ കയറി ഒരു അടിയങ്ങ് അടിച്ചു ചാണ്ടിയുമ്മൻ. ഞാൻ വേണമെങ്കിൽ 2 മാധ്യമങ്ങൾ മുമ്പ് ഒന്ന് ചോദിച്ചു, അങ്ങനെ പുതുമുഖങ്ങളെ പരിശോധിച്ചാൽ ഞാൻ വേണേൽ മാറിക്കൊടുത്തേക്ക്, എനിക്കതിനകത്ത് പ്രശ്നമില്ല. കാരണം ഞാൻ എൻ്റെ അച്ഛൻ്റെ ഒരു പാരമ്പര്യമാണ് കാത്തു സൂക്ഷിക്കാൻ. എനിക്ക് എൻ്റെ അല്ലെങ്കിൽ ഞാൻ മാറിക്കൊടുത്താൽ ഒരു പുതുമുഖത്തിന് അവസരം കിട്ടുമെങ്കിൽ യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാതെ അല്ലെങ്കിൽ പ്രശ്നവുമില്ലാതെ പ്രയാസവുമില്ലാതെ മാറിക്കൊടുക്കാം എന്ന് പറയുമ്പോൾ ചാണ്ടിയുമ്മൻ ഒരു കാരണവശാലും അവിടുന്ന് മാറേണ്ട കാര്യമില്ല. കാരണം ബൈ ഇലക്ഷൻ മാത്രം ജയിക്കുന്ന ഒരാളാണ്. നാളെ കാലത്തെ വീണ്ടും അവിടുത്തെ ജനം ഒരു കാരണവശാലും അത് അനുവദിക്കുന്ന ഒരു അവസ്ഥയുമില്ല. ആ സമയത്ത് പോലും പറയുമ്പോൾ ഇവിടെ മുതുമുത്തച്ഛന്മാരായിട്ടിരിക്കുന്ന, മാറിക്കൊടുക്കാത്ത, മരിച്ചാൽ പോലും MLA ആയിട്ടിരിക്കണം താല്പര്യപ്പെടുന്ന പല കോൺഗ്രസ് നേതാക്കന്മാരുമുണ്ട്. ആ കോൺഗ്രസ് നേതാക്കന്മാർ അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് പല മണ്ഡലങ്ങളും നിലനിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന മണ്ഡലത്തിൽ ഒന്നാ തിരുവഞ്ചൂരാഷന്റെ കോട്ടയവും അല്ലെങ്കിൽ ഈ പറയുന്ന രമേശ് ചെന്നിത്തലയുടെയും VD സതീശന്റെയും ഒക്കെ. അപ്പം അതും മനസ്സിലാക്കണം. അപ്പം അത് പോട്ടെ, ഇതിനകത്തെന്ന് പറഞ്ഞാൽ സജി ചെറിയാൻ എന്ന് പറയുന്ന മന്ത്രി, അദ്ദേഹം എത്ര പറയുമ്പോഴും ചെങ്ങന്നൂര് നല്ല ജനപ്രതിനിധിയാണ്. അദ്ദേഹം മത്സരിക്കുമ്പോൾ പാർട്ടിക്ക് അപ്പുറമായിട്ട് വോട്ട് കിട്ടും, അല്ലെങ്കിൽ ഈ പാർട്ടിക്ക് അപ്പുറമായിട്ട് സംവിധാനങ്ങളുണ്ടാകും. നിങ്ങൾ പഞ്ചായത്ത് നോക്കുമ്പോൾ BJPക്ക് കൂടുതൽ വോട്ട് കാണും, അല്ലെങ്കിൽ ലോക്സഭയെ നോക്കുമ്പോൾ ഏതെങ്കിലും സജി ചെറിയാൻ്റെ മണ്ഡലത്തിൽ നോക്കുമ്പോൾ വേറെ പാർട്ടിക്കാർക്ക് വോട്ട്. പക്ഷേ സജി ചെറിയാൻ മത്സരിക്കുമ്പോൾ ഇതൊക്കെ മാറിയിട്ട് ആ വോട്ടെല്ലാം കൂടെ സജി ചെറിയാനിലേക്ക് വന്ന് കയറുന്ന ഒരവസ്ഥയുണ്ട്. കാരണം പാർട്ടിക്ക് അപ്പുറം നമ്മൾ പറയത്തില്ല, ശിവൻകുട്ടി മത്സരിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റ് ചില നേതാക്കന്മാർ ചില മണ്ഡലങ്ങൾ മത്സരിക്കുമ്പോൾ അവർക്ക് വോട്ട് കിട്ടും. പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ അവിടെ കോൺഗ്രസിന് വോട്ടില്ല എന്ന് പറയുന്നത് പോലെ CPMന്റെ കാര്യത്തിൽ സജി ചെറിയാനാണ് അവിടെ മത്സരിക്കുന്നതെങ്കിൽ ഈ പറയുന്ന ഒരവസ്ഥ അവിടെ ഉണ്ട്. അപ്പം അതിനെ മറികടക്കാൻ ഓർത്തഡോക്സ് വിഭാഗത്തിനകത്ത് വോട്ട് കൂടുതലുള്ള അത്തരത്തിൽ ഈ പറയുന്നത് പോലെ വന്നാൽ, ഈ പറയുന്നത് പോലെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആളിൻ്റെ ഒരു ഇമേജ് വല്ലാത്തൊരു ഇമേജാണ്. കാരണം അദ്ദേഹത്തെ നമുക്ക് പാർട്ടിക്കപ്പുറം എല്ലാവർക്കും ഇത്രയും നല്ലൊരു മനുഷ്യൻ എന്ന് മരണശേഷം പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടൊരു മനുഷ്യനാണ്. കാരണം നമ്മളെല്ലാം വിചാരിച്ചത് ഉമ്മൻചാണ്ടി ഇരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേരിൽ ആരാണ് കോടികൾ ഉണ്ടായിക്കാണും, ഒന്നുമില്ല, ഒരു വീട് പോലും പണിയാൻ പറ്റിയിട്ടില്ല. ആ വീട് ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന്റെ ആകപ്പാടെ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മരിച്ചു പോയതിനു ശേഷം പാർട്ടി താല്പര്യപ്പെട്ട ഒരു മോനെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ മകൻ ഇതുവരെ കല്യാണം കഴിക്കാൻ പോലും സാധിച്ചിട്ടില്ല. അതിന് കാരണമെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ സ്വന്തം മക്കളെ കല്യാണം കഴിപ്പിക്കാനും കോടീശ്വരന്മാരുടെ വീട്ടിൽ നിന്ന് പെണ്ണിനെ കണ്ടെത്താനും അല്ലെങ്കിൽ അത്തരത്തിൽ താല്പര്യം എടുക്കുമ്പോൾ അതിനുവേണ്ടി അദ്ദേഹം താല്പര്യം എടുത്തിരുന്നില്ല എന്ന്. ഈ മാത്രമല്ല, ഇപ്പം അതിനുവേണ്ടി താല്പര്യം എടുക്കാൻ, ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് താല്പര്യം എടുക്കാൻ വേറൊരാൾ ഉമ്മൻചാണ്ടിയുടെ മകന് വേണ്ടി ഇല്ല എന്ന് വേണ്ടി കാണേണ്ടി വരും. ആ രീതിയിലേക്കുള്ള ഒരു കുടുംബമാണ്. അപ്പം നമ്മൾ എത്ര പറയുമ്പോഴും കോൺഗ്രസിനകത്ത് ക്ലീൻ ഇമേജ് രാഷ്ട്രീയക്കാരുടെ ഇഷ്ടം എടുത്താൽ ആരും എടുക്കുന്നില്ല എന്നുള്ളത്. എടുത്താൽ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിനകത്ത് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരു ഇമേജ് തന്നെയുണ്ട്. അത് അങ്ങനെയാണ്. കാരണം ഈ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ ഒന്നാണ് ഉമ്മൻചാണ്ടി ഒരു കാറിൽ പോയാൽ ഉമ്മൻചാണ്ടി ഒന്ന് സൈഡിൽ ഒരു പകുതി സ്ഥലത്തായിരിക്കുന്നതെന്ന് പറഞ്ഞത്. കാരണം അത്ര ആളുകൾ ഇടിച്ചു കയറി അല്ലേ. പിന്നെ മാത്രമല്ല, ഈ ഉമ്മൻചാണ്ടി മറ്റേ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പരിപാടിയൊക്കെ സംഘടിപ്പിക്കുമ്പോൾ പുള്ളി രാത്രി 12 മണി 1 മണി വരെയൊക്കെ നിന്ന് അവരുടെ അപേക്ഷയൊക്കെ നോക്കുന്നു. പിന്നീട് വീണ്ടും പുലർച്ചെ 4 മണിക്ക് 5 മണിക്ക് എഴുന്നേറ്റ് വരുന്നു. അപ്പോൾ ഒരു ജനകീയ നേതാവാണ്. എന്തിന് ഒരു സ്ത്രീയെ
ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്താനായിട്ട് ഒരു കേസിൽ കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ കേരളത്തിലെ ജനങ്ങൾ എല്ലാം തന്നെ അതിനെ തള്ളിക്കളഞ്ഞു. വേറൊരു നേതാവാണെങ്കിൽ പോലും അത് വിശ്വസിച്ചേനെ. അങ്ങനെയുള്ള ഉമ്മൻചാണ്ടി കുടുംബത്തിൽ നിന്ന് ഈ അച്ചു ഉമ്മനോ അല്ലെ ഈ പറയുന്ന മറിയം ഉമ്മനോ ഒക്കെ വരുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും CPM-ന്റെ പ്രവർത്തകർക്കിടയിൽ ഒരു ആശങ്ക, ഒരു അങ്കലാപ്പൊക്കെ ഉണ്ടാകാം. അത്തരം ഒരു നീക്കം നടത്താൻ കോൺഗ്രസ് മുതിരുവെന്നൂടെ നോക്കണം. കാരണം എന്താ അറിയാം, ഇപ്പോൾ ഈ ഉമ്മൻചാണ്ടിയുടെ ഒരു പാരമ്പര്യം പേറി ചാണ്ടി ഉമ്മൻ വരുന്നു, ചാണ്ടി ഉമ്മൻ നല്ല MLA ആണ്, ചാണ്ടി ഉമ്മൻ കൊള്ളാം എന്നുള്ള ഇമേജ് വീണ്ടും വീണ്ടും സൃഷ്ടിക്കപ്പെട്ടാൽ ഈ പുതുപ്പള്ളി ചാണ്ടി ഉമ്മൻ്റെ കുത്തകയായിട്ട് അങ്ങ് മാറും. മാത്രമല്ല ഈ ജോസ് കെ മാണിയുടെ കൂട്ടൊന്നും അല്ല ചാണ്ടി ഉമ്മൻ, കുറച്ചുകൂടെ വളരെ ഡീസൻ്റ് ആയിട്ട് ഇടപെടുന്ന. എങ്ങനെയാണോ ഉമ്മൻചാണ്ടി ഇപ്പോൾ കെ മാണിയുടെ ഇമേജ് സൃഷ്ടിക്കാനായിട്ട് ഈ ജോസ് കെ മാണിക്ക് സാധിച്ചില്ല, പക്ഷേ ചാണ്ടി ഉമ്മന് സാധിച്ചു. ഒപ്പം തന്നെ ഈ മകളും കൂടെ ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിലെ പല സ്ഥാനമോഹികളുടെയും നെഞ്ചിടിപ്പ് കൂട്ടും. അതുകൊണ്ട് ഇവിടെ തോറ്റാലും വേണ്ടിയില്ല, ഇവരെ വരുത്താതിരിക്കാനുള്ള ചില ശ്രമങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ നടത്തില്ലേ? അല്ല, അതിന് നടക്കും, പക്ഷെ അത് പാടായിരിക്കും. കാരണം ഇപ്പം ഇവരെ മത്സരിപ്പിക്കുന്നത് തന്നെ ഈ പറയുന്ന ന്യൂനപക്ഷ ഏകീകരണം ഇപ്പം സംഭവിച്ചിട്ടുണ്ട്. അത് നിലനിർത്തി പോകുന്നതിന് വേണ്ടിയാണ്. നമ്മൾ ഈ പറയുന്നത് പോലെയല്ല, മനസ്സിലാവുന്നല്ലോ. കോൺഗ്രസിന് ജയിക്കണമെങ്കിൽ ഈ പറയുന്നത് പോലെ ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടാവണം. ന്യൂനപക്ഷ ഏകീകരണം ഒരു പക്ഷേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നോക്കിയപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് ഇപ്പോൾ വലിയൊരു ആക്ഷേപം കോൺഗ്രസിനെതിരെ നിൽക്കുന്നത് എന്താണ്? ന്യൂനപക്ഷ ഏകീകരണത്തിനകത്ത് ന്യൂനപക്ഷത്തിന്റെ ഏകീകരണത്തിന്റെ വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കോൺഗ്രസിനെ ജയിപ്പിക്കുന്നതെന്ന് വരുമ്പോൾ അതിനകത്ത് ഒരു ന്യൂനപക്ഷത്തിന് യാതൊരു പരിഗണനയും കോൺഗ്രസിനകത്ത് കിട്ടുന്നില്ല. ഈ പറയുന്ന മുസ്ലിം ന്യൂനപക്ഷം കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം അതിനപ്പുറം ഇല്ലാതിരുന്നൊരു സമയം ഉണ്ടായിരുന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്തും മാണിയുടെ കാലത്തുമാണ്. ആ ഒരു അവസ്ഥയിലേക്ക് വീണ്ടും കൊണ്ടുപോകുന്നതിന് വേണ്ടി ആ ഉമ്മൻചാണ്ടി കുടുംബത്തിൽ നിന്ന് സഭയ്ക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ അത്തരം താല്പര്യപ്പെടുന്ന ആൾക്കാരെ കൊണ്ടുവന്ന് കോൺഗ്രസിനെ തിരിച്ചു കയറ്റാൻ വേണ്ടിയുള്ള ഒരു ജീവൻ മരണ പോരാട്ടത്തിന്റെ ഒരു കാര്യം കൂടെ. കാരണം ഇതിനകത്ത് 2 പേര്, ഒന്ന് ഈ CPM-നോട് അല്പമെങ്കിലും സഭയ്ക്ക് താല്പര്യം തോന്നാൻ സാധ്യതയുള്ള 2 പേരെന്ന് പറഞ്ഞാൽ ഒന്ന് സജി ചെറിയാനും ഒന്ന് ആറന്മുള MLA വീണ ജോർജുമാണ്. അപ്പൊ ഈ 2 ഉമ്മൻചാണ്ടി 2 ഓർത്തഡോക്സ് വോട്ടുകളുണ്ട്, അബിൻ വർക്കിയൊക്കെ ഉണ്ട്. പക്ഷെ അബിൻ വർക്കിയെ കാട്ടിൽ ആൾക്കാരുടെ ചർച്ചയാവുന്നു. ഇവർ 2 പേരും വന്നാൽ 2 പേരെയും കൂടെ മത്സരിപ്പിച്ച് അത്രത്തോളം പ്രയോജനപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. അതിനകത്ത് മറിയ ഉമ്മൻ സ്മാർട്ടാണ്, നേരത്തെ അവരുടെ പേര് വന്നതാണ്. ചാണ്ടി ഉമ്മന്റെ അല്ലെങ്കിൽ പേരിനോടൊപ്പം തന്നെ വന്നതാണ്. ചാണ്ടി ഉമ്മൻ വേണോ ഈ മറിയ ഉമ്മൻ വേണോ? അപ്പോൾ ഇവിടെ മത്സരിച്ചാൽ, ഇവിടെ 2 മത്സരിച്ചാൽ സഭയ്ക്ക് പോലും ഒരു തീരുമാനമെടുക്കാൻ, ആർക്ക് വേണ്ടി തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. അപ്പോൾ ജനം തീരുമാനിക്കട്ടെന്ന് വരും. അപ്പോൾ അത് മത്സരത്തിലേക്ക് വരും. മാത്രവുമല്ല ഇവർ 2 മത്സരിക്കുമ്പോൾ ഈ കേരളത്തിലുടനീളമുള്ള ഈ ന്യൂനപക്ഷ ഏകീകരണം ഇപ്പോൾ ഉള്ളതിൽ നിന്നകത്തുനിന്ന് യാതൊരു വ്യത്യാസം വരാതെ കോൺഗ്രസ് തന്നെ കിട്ടുന്ന രീതിയിലേക്ക് വരണം. കാരണം ഇപ്പോൾ ഒരു ഏകീകരണം ഉണ്ടായി അതൊരു വോട്ടായി മാറി അടുത്തതിന് അതുപോലെ വരണമെന്നില്ലല്ലോ. പക്ഷെ അത് അതുപോലെ നിർത്തുന്നതിന് വേണ്ടി, കാരണം ജീവൻ മര പോരാട്ടമാണ്. നിസ്സാരമായിട്ട് കോൺഗ്രസ് കാണുന്നില്ല. ജയിക്കുമെന്നൊക്കെ 100 സീറ്റ് എന്നൊക്കെ പറയുമ്പോഴും CPM-നോടാണ് മത്സരിക്കുന്നത്. കാരണം മത്സരിച്ച് ജയിക്കേണ്ടതായിട്ടുള്ള 22 നിന്ന് മത്സരിച്ച് ജയിക്കേണ്ടതായിട്ടുള്ള ബാക്കിയുള്ളത് മൊത്തം ഇത് മൊത്തവും മത്സരിച്ചാണ് ജയിക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ട്? കയ്യിലുള്ളത് അല്ല, തുലനമല്ല, ചെറിയ അകലമല്ല, ഏതാണ്ട് 100ഉം 40ഉം തമ്മിലുള്ള വ്യത്യാസം. 60ഓളം സീറ്റുകളിൽ മത്സരിച്ചേക്കണം. അതുകൊണ്ടാണ് കോൺഗ്രസ് പറയുന്നത് നിങ്ങൾ സീറ്റ് കുറയ്ക്കുന്നു, കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടി 90 സീറ്റിൽ മത്സരിക്കുന്നില്ല, വേണ്ടപ്പെട്ട സീറ്റുകൾ വേണ്ടിടത്ത് കൊടുത്തേക്കാം, മുസ്ലിം ലീഗിന് വേണോ കൊടുത്തേക്കാം, യാതൊരു കാരണവശാലും ഈ പറയുന്നത് പോലെ പഴയ പോലെ മസിൽ പിടുത്തമൊന്നുമില്ല, എങ്ങനെയും അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വന്നാൽ മതി. അതുകൊണ്ട് 2 മന്ത്രിമാരെ ഒരുപക്ഷെ തീർക്കുന്നതിന് വേണ്ടി, അതായത് എല്ലാ സീറ്റിലും ജയിക്കുന്നതിന് വേണ്ടി, ആ സീറ്റിൽ ജയിക്കുന്നതിനപ്പുറം ഈ പറയുന്ന ന്യൂനപക്ഷ ഏകീകരണം വീണ്ടും ബലപ്പെടുത്താൻ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തെ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ, ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന് വിചാരിക്കേണ്ടി വരും ഈ തീരുമാനത്തിലൂടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.